ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ടെർബോ മൈ എക്സ്പെക്റ്റേഷൻ, ടെർബോ മൂവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ടെർബോ എന്നത്. ചിത്രം മെയ് 23 തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നലെ പുറത്തുവിട്ടു. അപ്പോൾ ആ ട്രെയിലർ കണ്ടിട്ട് ഇങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. കാരണം ഒരു ആക്ഷൻ പാക്കേജ്, ഒരു മാസ് പാക്കേജ് ട്രെയിലറാണ് പുറത്തുവിട്ടത്. സംവിധായകനും അണിയറ പ്രവർത്തകരും ചേർന്ന് പുറത്തുവിട്ടത് ഒരു മാസ് പാക്കേജ് ആക്ഷൻ ട്രെയിലറാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. കാരണം മലയാളത്തിൽ കുറച്ച് നാളുകളായി ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു ഐറ്റമായിട്ട് നമുക്കിങ്ങനെ ഒരു ഫ്രഷ് ഐറ്റമായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്തു. വളരെ നല്ല ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് തന്നെ പറയാം. കാരണം നല്ല പോലുള്ള ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിലെ ട്രെയിലറിൽ ഇങ്ങനെ കാണുവാനായിട്ട് സാധിച്ചത്. ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. അച്ചായൻ കഥാപാത്രം. മമ്മൂട്ടിയുടെ അച്ചായൻ കഥാപാത്രങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക കോട്ടയം കുഞ്ഞച്ചനാണ്. പിന്നെ ദ കിങ്ങിലെ തേവളിപ്പറമ്പിൽ ജോസഫ് അലക്സ്, പിന്നെ ബിഗ് ബിയിലെ ബിലാൽ ജോൺ കുരിശിങ്കൽ, പിന്നെ നസ്രാണിയിലെ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ, പിന്നെ ഭീഷ്മവർമ്മത്തിലെ മൈക്കിള്. അങ്ങനെ നിരവധി അച്ചായൻ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അച്ചായൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഒരു വലിയൊരു വെയിറ്റേജാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ സോണിൽ ഒരു മാസ്സായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ജോസും ആ രീതിയിലുള്ളതാണെന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. ചുരുക്കി പറയുകയാണെങ്കിൽ അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരമാണ് ട്രെയിലറിലുള്ളത്. അമ്മാതിരിയുള്ള ഫൈറ്റ് സീക്വൻസ്, ഒരു 73കാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറയാം. ഈ പ്രായത്തിൽ മിങ്ങേരി ചെയ്യുന്ന ആ ഒരു ഡെഡിക്കേഷന് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വേറെ ലെവലായിരുന്നു ഇതൊക്കെ. ഇങ്ങനെ അദ്ദേഹം ഈ പ്രായത്തിലും ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുകയാണ്. ഇതിൻ്റെ ഡയറക്ടർ വൈശാഖ്. മോൺസ്റ്ററിന് ശേഷം വരുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇത്. ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ തന്നെ മമ്മൂട്ടിയെ വെച്ചായിരുന്നു. പോക്കിരാജ. മമ്മൂട്ടിയും പൃഥ്വിരാജിനെയും വെച്ച് പോക്കിരാജ. മമ്മൂട്ടിയുടെ കൂടെയുള്ള മൂന്നാമത്തെ ചിത്രമാണിത്. പോക്കിരാജയും മധുരരാജയുമായിരുന്നു ആ രണ്ട് ചിത്രങ്ങൾ. മൂന്നാമത്തെ ചിത്രമാണ്. വൈശാഖിനെ കുറിച്ച് നോക്കുമ്പോൾ പുലിമുരുകൻ, പോക്കിരാജ, സീനിയേഴ്സ്, അങ്ങനെ നിരവധി ഹിറ്റ് സിനിമകൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ്. ഒരു കൊമേഴ്ഷ്യൽ ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആ സിനിമകളൊക്കെ എടുക്കാൻ വളരെ പ്രാപ്തനായ ഒരു ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്ന മിഥുൻ മാനുവേൽ തോമസ് ആണ്. മിഥുൻ മാനുവേൽ തോമസിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ആട്, സംവിധാനം ചെയ്ത സിനിമകൾ ആട്, പിന്നെ ആട് 2, അഞ്ചാം പാതിര, ഒടുവിൽ എബ്രഹാം ഹോസ്ലർ ഒക്കെ നല്ല വൻ വിജയങ്ങളായിരുന്നു ചിത്രങ്ങളൊക്കെ. അപ്പം ഈ കോമ്പിനേഷൻ, അതായത് മിഥുൻ മാനുവേൽ തോമസ്, മമ്മൂട്ടി, വൈശാഖ്, ഈ ഒരു കോമ്പിനേഷനാണ് ഈ ചിത്രത്തിന് ഇത്രയേറെ ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. മിഥുൻ മാനുവേൽ തോമസിന് അവസാന ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു, എബ്രഹാം ഹോസ്ലറിലും. അതുകൊണ്ട് തന്നെ വലിയൊരു എക്സ്പെക്റ്റേഷനാണ് മൂവിക്ക് മേലെ നമുക്ക് ഉണ്ടാവുക. അതോടൊപ്പം ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ക്രിസ്റ്റോ സേവിയറാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഭിനേതാക്കളെക്കുറിച്ച് നോക്കുമ്പോൾ തെലുങ്ക് താരം സുനിലുണ്ട്. ജയിലറിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടതാണ്. അപ്പോൾ തെലുങ്ക് താരം സുനിലുണ്ട്, രാജ്വി ഷെട്ടി, അഞ്ജന ജയപ്രകാശ്, ബിന്ദു പണിക്കർ, അങ്ങനെ ഒരു കാസ്റ്റിംഗ് ആണ് ചിത്രത്തിലുള്ളത്. മൊത്തത്തിൽ ചിത്രത്തിൽ അടിയുടെ വെടിയുടെ ഇടിയുടെ പൂരമാണെന്ന് പറയാം. ചില സീക്വൻസൊക്കെ, സിനിമാറ്റോഗ്രാഫിയൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ വിഷ്ണു ശർമ്മ. പ്രത്യേകിച്ച് ആ ഒരു ചില സീക്വൻസൊക്കെ ട്രെയിലറിൽ കണ്ടപ്പോൾ വളരെ മികച്ചതായിട്ട് തോന്നി. കാരണം ഇരുപ്പിൽ തന്നെ കസേരയെ എടുത്തിട്ട് അട്ടിക്കുന്ന ഒരു സീനൊക്കെ ഇങ്ങനെ ട്രെയിലറിൽ കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ രോമാഞ്ചിഫിക്കേഷൻ വന്നു. അപ്പോൾ ഉറപ്പാണ് തിയേറ്റർ ഇളകി മറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അട്ടിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി അട്ടിയുടെ പൂരമാണ് ട്രെയിലർ മൊത്തം കാണാൻ സാധിച്ചത്. ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് കുറച്ച് നാളുകളായി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകന് ഒരു പുതിയൊരു ഇത് കാണുന്ന പോലെ ആയിരിക്കും പ്രേക്ഷകന് ഫീൽ ചെയ്യുക എന്ന് തോന്നുന്നു. അങ്ങനെയാണ് ട്രെയിലർ കണ്ടപ്പോഴും നമുക്കും തോന്നിയത്. മെയ് 23 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മമ്മൂട്ടിയെക്കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈമാണ്. തുടരെ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. അവസാനം ഇറങ്ങിയത് പ്രമേഹം അടക്കം തുടരെ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. അതോടൊപ്പം മലയാള സിനിമയുടെ ഒരു പീക്ക് ടൈമാണ് 2024 ഒട്ടേറെ ചിത്രങ്ങൾ കോടികൾ വാരി. അപ്പോൾ ആ ഒരു മമ്മൂട്ടിയുടെയും മലയാള സിനിമയുടെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ, അദ്ദേഹത്തിൻ്റെ സോണിലുള്ള ഒരു ആക്ഷൻ മാസ് അച്ചായൻ കഥാപാത്രമായിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും ആ ചിത്രം
വൻ വിജയമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മമ്മൂട്ടി കമ്പനിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷന്. മമ്മൂട്ടി കമ്പനിയെക്കുറിച്ച് നോക്കുമ്പോൾ അവരുടെ 5ാമത്തെ ചിത്രമാണ്, മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ ചിത്രമാണിത്. ആദ്യ ചിത്രം നൻപകൽ നേരം വൈക്കത്ത്, 2ാമത്തെ ചിത്രം റൊഷാക്ക്, 3ാമത്തെ ചിത്രം കാതൽ, 4ാമത്തെ ചിത്രം കണ്ണൂർ സ്ക്വാഡ്. എല്ലാം വൻ വിജയങ്ങളായിരുന്നു. ഇത് 5ാമത്തെ ചിത്രമാണ്. അത് മമ്മൂട്ടി കമ്പനിയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഇതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, തിയേറ്റർ പൂരപ്പുറമാകാൻ പോകുന്നു. മെയ് 23-ന് സംഭവം ഇറുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.